ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ കുത്തി ചതയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്നല്ലേ, നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ മറ്റു കറികളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഈ മാങ്ങ ഇങ്ങനെ ചതച്ച് കഴിക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ദേ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു മാങ്ങ മതിയാകും നമുക്ക് നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-12 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇതേ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ഇതിലേക്ക് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതേ തടിയുടെ ഒരു ഇടിക്കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയും കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് പേസ്റ്റ് രൂപമൊന്നും ആകേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇത് നമുക്ക് അരകല്ലിലിട്ട് ചതയ്ക്കുന്നത് നല്ലതാണ്. പിന്നീട് ഇതേ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടാണ് ഒഴിക്കാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലൊഴിച്ച് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഈ മാങ്ങ കുത്തി ചതച്ചതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. ഇതേപോലെ ആകാവൂ. പിന്നെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ കാണാൻ പറ്റൂ. പിന്നെ ഇതേ തൈര് ലസ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടൊക്കെയല്ലേ, അപ്പോൾ പച്ചമാങ്ങയും തൈര് ലസ്സിയും നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് 3 പേർക്കും കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. തൈരിൽ ഉപ്പും പഞ്ചസാരയും ഇട്ടൊന്ന് അടിച്ചെടുത്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.